ഹായ് ഗായ്സ്, ഹൗ ആർ യു ഡൂയിങ്? വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ ഞാൻ കഴിഞ്ഞ വീക്കിലാണ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒന്നും ഇടാനുള്ള വീഡിയോ എടുക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. ഇന്നൊരു ഓഫ് ഡേ ആയിരുന്നു. സോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് പോവുകയാണ്. ഒരു ഷാർജയിൽ ഒരു റൂഫ് ടോപ്പ് കഫ്റ്റീരിയ ഉണ്ട്. അവിടെ ഒന്ന് പോകണമെന്ന് കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും വേറെ പ്ലാനുകളൊന്നുമില്ല, അവിടെ പോകാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 20 മിനിറ്റ്സ് അല്ല 15 മിനിറ്റ്സേ ഉള്ളൂ. സോ അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ മധുരമുള്ളത് കഴിക്കാൻ ഒരാഗ്രഹം. എനിക്ക് സാധാരണ അങ്ങനെ വല്ലാതെ മധുരത്തിനോട് ക്രേവിങ്സ് ഒന്നും വരാറില്ല. എന്നാലും ഇപ്പം ചില ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെ തോന്നുമല്ലോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും റെഡി ആയിട്ട് ഇറങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് എനിക്ക്. ഒന്ന് എവിടെയും പോകുള്ളൂ. സഹാറ സെൻറ്ററിൽ കുറച്ച് ഷോപ്പിംഗ് കൂടെ ഉണ്ട്. സോ അതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദ വ്ളോഗ്. ഹായ്, ഒരു ഹായ് പറയാം. ഓക്കെ, നല്ല സൺലൈറ്റ്, ഐ മീൻ ഫോട്ടോ എടുക്കാൻ പറ്റിയ ലൈറ്റിംഗ് എന്താണ് ഇപ്പോൾ ഉണ്ട്. അവിടെ എത്തുമ്പോൾ പോയില്ല. ഇനി 10 മിനിറ്റൂടെ ഉള്ളൂ. കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങായിരുന്നു. പക്ഷെ ഞങ്ങള് നമ്മുടെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടക്കുന്ന ന്യൂസൊക്കെ കണ്ട് കുറച്ച് നേരം അങ്ങനെ ലേറ്റ് ആയിപ്പോയി. പിന്നെ ഓഫ് കോഴ്സ് റെഡി ആവാനും കുറച്ച് ലേറ്റായി. അങ്ങനെ ഇനിയിപ്പം അവിടെ എത്തിയിട്ട് കാണട്ടോ. ഇതിനെന്താ ഈ ഒരു കോർണിഷ് ഏരിയ ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം ഇവിടെ വെച്ചാണ് അന്ന് ജെറ്റ് സ്കീയിൽ കയറിയിട്ട് ഞങ്ങള് നല്ല ഫൈൻ അടിച്ചത്. ഇടിച്ച് ആ ജെറ്റ് സ്കി പൊട്ടിച്ചു. എന്നിട്ട് നല്ല ഫൈനും കൊടുത്തിട്ടാണ് അന്ന് ഇവിടുന്ന് പോയിട്ടുണ്ടായത്. ഇതാണ് നമ്മുടെ ചുച്ചുവിന്റെ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലാണ്. Our place. നമുക്ക് 30 30ാമത്തെ ഫ്ലോറിലാണ്. ബിൽഡിങ്ങിന്റെ പേര് ടവറിന്റെ പേരെന്തായിരുന്നു? ഞാൻ ശ്രദ്ധിച്ച് മറന്ന്. ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് പറയാം. അവിടെ വന്നേ. Pink and green. Not bad, yes? Yeah. 30th floor. Okay. ഈ സൈഡില് അകത്ത് ഇരിക്കാം. ബുക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. പക്ഷെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പൊ കുറച്ച് ഫ്രീ ആയതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നു. So this is the place. ഭയങ്കര കാറ്റാ പുറത്തിരിക്കുമ്പോ. നല്ല രസമുണ്ട്. അർജുൻ പക്ഷെ അകത്തിരിക്കാന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ പുറത്തിരിക്കാന്ന് പറഞ്ഞു. ഇതിനെയാണ് ഞങ്ങള് അന്ന് താഴെ കാണുന്നില്ലേ, അവിടെ നിന്നാണ് ഞങ്ങള് ജെറ്റ് സ്കീല് അഭ്യാസം നടത്തി ലക്ഷങ്ങൾ പൊട്ടിച്ചത്. ഫ്ലൈറ്റ് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എടുക്കാൻ പറ്റി. വീഡിയോ എഡിറ്റ് അവസാനം ഓക്കെ, ട്രൈ ചെയ്തിട്ട് പറഞ്ഞ എങ്ങനെയുണ്ട്. അടിപൊളിയല്ല? അടിപൊളിയാ? ലൈക്ക്
Tell me about the taste. എന്താ ഓർഡർ ചെയ്ത ഓർമ്മയില്ല. പേര് ഓർമ്മയില്ല. How are you? How do you think? Good. Like nothing? Yeah. Thank you. Enjoy. Thank you so much. Hi. How are you? How do you think? This is complimentary. I'm gonna try this out. Try this out. Cheese taste ആണ്. So guys, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഇഷ്ടമായി അവരുടെ ഡെസേർട്ടും കോഫി പിന്നെ എന്തായിരുന്നു ലാറ്റെ പേരറിയാത്ത സാധനം ഞങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. ചൂട് എന്താ പറയുന്നത് ഭയങ്കര റേറ്റ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ സ്റ്റിൽ അത്ര റേറ്റ് ഒന്നുമില്ല. സംഭവം വെറുത്താണ് കേട്ടോ ആ ഒരു എമൗണ്ടിന്. പക്ഷെ നല്ല പുറത്തിരിക്കാനാണ് വൈബ്. പക്ഷെ നല്ല കാറ്റായതുകൊണ്ട് അലങ്കോലമായി. I will make it up to you next time, okay? Yeah. എനിക്ക് കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഐറ്റംസും തീർന്നിരിക്കുകയാണ്. കുറേയൊക്കെ കിട്ടി. അതിൽ നമ്മുടെ മേക്കപ്പ് റിമൂവ് ചെയ്യുന്ന പാഡ്സും പിന്നെ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യുന്ന പാഡ്സും ഇവിടെ ഇല്ല. സോ ഇവിടെ ഒരു മേക്കപ്പ് റിമൂവറായിട്ട് യൂസ് ചെയ്യുന്ന വൈപ്സ് ഉണ്ട്, അതെടുത്തു. പക്ഷെ എനിക്ക് പാഡ്സാണ് കുറച്ചുകൂടെ കാരണം എൻ്റെ കയ്യിൽ മിസലാർ വാട്ടർ ഓൾറെഡി ഉണ്ട്. അതാണ് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുള്ളത്. സോ അതിനി മൊമോസോയിൽ നോക്കണം, അവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അത് താഴെയാണ് കേട്ടോ. ഇപ്പം ഞങ്ങൾ ഉള്ളത് സിറ്റി സെൻറ്റർ ഷാർജയിലാണ്. അതും കൂടെ നോക്കിയിട്ട് വീട്ടിലേക്ക് പോകും. എനിക്ക് മൊമോസോയിൽ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ കയറി ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഐറ്റംസൊക്കെ കാണുമ്പോൾ നമ്മളോട് വാങ്ങിച്ചു പോകും. അവിടെ കൂടെ നോക്കട്ടെ. പിന്നെ ഞാൻ ഇതൊക്കെ കണ്ടില്ലേ, ഐലൈനറും മസ്കാരയൊക്കെ, അത് ഞാൻ എപ്പോഴും അതൊക്കെ തന്നെ ഈ ബ്രാൻഡ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ഘോഷ് എന്ന് പറഞ്ഞിട്ടുള്ള എനിക്ക് ആ ബ്രാൻഡ് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര വോളിയമൈസിങ് ആണ്, ഭയങ്കര വോളിയം തരും അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ്. സോ കുറച്ച് പ്രൈസിയാണ്, പക്ഷെ എന്നാലും അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ്. എനിക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ആഗ്രഹം. എന്ന് പറയുന്നു അച്ഛന് ഇതിനെ പറ്റി ഒന്നും അറിയില്ലല്ലോ. ട്രൈ ചെയ്യാലോ. അപ്പോൾ ഇതിനെടുത്താലോ എനിക്കറിയാം. നമുക്ക് കുറച്ച് മാസ്ക് വാങ്ങിക്കാം. ഈ ബ്രൈറ്റനിങ് എടുക്കാം. ഹരിറോൺ ടെസ്റ്റ് ഈ രണ്ടെണ്ണം എടുക്കാം. നമുക്ക് ക്ലിപ്പ് വാങ്ങിക്കണം. കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നു. എൻ്റെ കയ്യിലെല്ലാം പൊട്ടിപ്പോയി. എല്ലാം സെയിം തോന്നുന്നല്ലോ. ക്യൂട്ടായിട്ടുള്ള കപ്പുകൾ. പക്ഷെ ഇത്രയും കോഫിയൊന്നും ഞാൻ ഒരിക്കലും കുടിക്കാൻ പോകുന്നില്ല. കോഫി കുടിക്കാതെ എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു ഭംഗിക്ക് വേണമെങ്കിൽ വീട്ടിലൊക്കെ വയ്ക്കാം. സ്മൈൽ, ഡ്രീം, ഹാപ്പി ആൻഡ് ഹോപ്പ്. ബില്ല് ചെയ്തിട്ട് വരാം. കുറച്ച് സാധനങ്ങളോട് ഉണ്ടായിരുന്നു, പക്ഷെ അത് വിടില്ല. നമുക്ക് മൊമോസൊക്കെ കുറച്ച് ഓക്കെ.
ലൈഫ് സ്റ്റൈലിന് നേരെ ഇറങ്ങിയപ്പോൾ മുമ്പിൽ കണ്ടത് ക്യൂട്ടായിട്ടുള്ള ഈ ബട്ടർ ആൻഡ് ബ്രെഡ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പാണ് കേട്ടോ. ഇത് ഷാർജ സിറ്റി സെന്ററിൽ പുതുതായിട്ട് ഓപ്പൺ ആയിട്ടുള്ളതാണ്. ഇതിന്റെ വേറെ ബ്രാഞ്ചസ് ഒക്കെ വേറെ സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമുണ്ട്. എൻ്റെ കൊളീഗ് എപ്പോഴും ഈ ഒരു ഐറ്റം കൊണ്ടുവരായിരുന്നു. അപ്പം ഞാനിത് എവിടെയാ കിട്ടുകയെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ ഷോപ്പിലാണ് ഇത് കിട്ടുന്നതെന്ന് മനസ്സിലായത്. ഈ ഒരു ബ്രെഡാണ് കേട്ടോ. ഇതിന്റെ പേര് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ചിക്കനൊക്കെ ടോപ്പിംഗ്സിൽ വരുന്ന ഒരു ഐറ്റമാണ്. ഭയങ്കര ടേസ്റ്റാണ്. ഉള്ളിലൊരു ചീസിന്റെ ഫില്ലിംഗ് ഒക്കെ ആയിട്ട് ഒരു മധുരവും എരിവും കൂടെ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. മധുരവും എരിവും ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു ഫേവറേറ്റ് ഐറ്റം തന്നെയായിരിക്കും. വേറെയും കുറേ ഐറ്റംസ് കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ. ചീസ് കേക്ക്, കുറേ വെറൈറ്റി ബ്രെഡ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ എല്ലാം ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷെ അധികം മധുരം പോവാത്തതുകൊണ്ട് എനിക്കിഷ്ടമുള്ള ആ ഒരു സാധനം മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നേരെ മുമ്മൂസല് വന്നിട്ട് കുറച്ച് സാധനങ്ങളൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതും കൂടി എടുത്താല് ഏകദേശം ഞങ്ങളുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മുടെ കുഞ്ഞ് ഷോപ്പിംഗ് കഴിഞ്ഞു. പോവല്ലേ അടുത്തോ? ഗൈസ് ഞാനല്ല അർജുൻ തീമൂന്നല്ലേ പറയുന്നത്? ടേബിൾ ആപ്ലിക്കേഷന് കുറച്ച് എന്തൊക്കെയോ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്താന്ന് എനിക്ക് അറിയില്ല. ഓപ്പൺ ചെയ്തു കേട്ടോ. ഇതെന്താ? ഇത് ഷൂ കൊറേ നാളായി ഷൂ വാഷർ എന്ന് പറയുന്നു. ഞാൻ എന്തോ ഓർഡർ ചെയ്യുമ്പോ പറയും, പക്ഷെ ഞാൻ വിട്ടുപോകും. രണ്ടെണ്ണം. ഇത് ഒരു പാക്കറ്റിൽ രണ്ടെണ്ണം അല്ല, രണ്ടെണ്ണം സെപ്പറേറ്റ്. ഓക്കെ, ഇതിന്റെ ആക്ഷൻ എങ്ങനെയുണ്ടെന്ന് ഷൂ കഴുകി നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. പിന്നെന്താ ഇതെന്താ? അരി അരി വാർത്തയാണോ കഴുകാനല്ലേ? വെജിറ്റബിൾസ് എല്ലാം കഴുകാൻ ചെറുതത്. നമ്മുടെ ഇത്ര അരിയല്ലേ വെക്കുള്ളൂ. ഇതെന്താ? ഓ, ഗെയിം കളിക്കുന്ന അവിടെ വെക്കാൻ വേണ്ടിട്ടായിരിക്കും അല്ലേ? ക്ലോക്ക് അല്ലേ? ഡിജിറ്റൽ ക്ലോക്ക്. എനിക്കൊന്നും വാങ്ങിയില്ല. ഇതെന്താ? ഇതെപ്പോഴാ ഓർഡർ ചെയ്ത്? ഞാൻ ടിക്കറ്റ് ചന്ദനത്തിരി ഹോൾഡർ. ഈ തീമൂല് ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു ബിഗ്നസ് സാധനങ്ങളൊക്കെ കുറെ കാണാം. ഇനി എന്താ? ഇതെന്താ? ജപ്പാനല്ലേ? ഓ, ഗ്ലോബൽ വില്ലേജിൽ പോയപ്പോ അവിടുന്ന് ജപ്പാൻ പവിലിയൻ തന്നെയാണെന്ന് തോന്നുന്നത് അല്ലേ? നമ്മൾ ഈ ഒരു സോഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഹോൾഡർ ആണ് കേട്ടോ. എന്തായാലും ഞാൻ കാണിച്ചു തോന്നുന്നല്ലേ നേരത്തെ. ഞാൻ ഇത്രയും കാലം യൂസ് ചെയ്തോണ്ടിരുന്നത് മറ്റേ കിക്കോ മിലാനോ എന്ന് പറഞ്ഞ ഹൈലൈറ്റർ ആയിരുന്നു. ഈ കൊണ്ട് ഞാൻ ചേഞ്ച് ചെയ്തു. ഡെബോറ മിലാനോ ഞാൻ തോന്നുന്നു അതിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അറിയില്ല, എനിക്ക് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. പിന്നെ ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഗോഷിന്റെ മസ്കാര. മോമോസോയിൽ നിന്ന് ആ ഒരു നെയ്ക്കോൾ ഷിമോളും ഒരു കോട്ടൺ എനിക്ക് റിമൂവൽ പാഡ്സ്. അപ്പോ ഇന്നത്തെ എന്റെ വ്ളോഗ് ഞാൻ അവിടെ കൺക്ലൂഡ് ചെയ്യാണ്. നിങ്ങളിപ്പോ വീട്ടിലെത്തിയതേ ഉള്ളൂ. ഇനി ലഞ്ചല്ല, സോറി, ഡിന്നറൊക്കെ കഴിക്കണം. അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാം. ദാറ്റ്സ് ഓൾ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ചെറിയൊരു വ്ളോഗാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ആ കഫറ്റീരിയ ഞങ്ങൾ പോയിട്ടില്ലേ, റൂഫ് ടോപ്പ് കഫറ്റീരിയ, അതിന്റെ പേരെന്തായിരുന്നു ഷോ? ഓക്കെ, ഷാർജയില് വേറെ റൂഫ് ടോപ്പ് ആയിട്ട് വരുന്ന കഫറ്റീരിയാസ് ഒന്നും ഇല്ല. പക്ഷെ ഇത് അടിപൊളിയാണ് കേട്ടോ സംഭവം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈവൻ പേസ്ട്രീസ് ആണെങ്കിലും കോഫി, കാപ്പുച്ചിനോ, മോച്ച, അതൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഓർഡർ ചെയ്ത 3 ഐറ്റംസും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവരുടെ കോംപ്ലിമെന്ററി കുനാഫ അല്ലായിരുന്നു അത്? അതെ, അതും ഉണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊരു അവരുടെ സിഗ്നേച്ചർ ആയിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ മറ്റേ ചീസ് കേക്ക് ഇല്ലേ, എന്താണ്
നമ്മുടെ ടർക്കിഷ് ഫേമസ് ആയിട്ടുള്ള സെന്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്ക്, ഞാൻ തോന്നുന്നു പേര്. അതും കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് അത് കഴിക്കുന്നത്. ഇനി മേ ബി അതിൻ്റെ ഒരു ബെറ്റർ വേർഷൻ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്ക്, ഐ മീൻ ഈ ദുബായിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അധികം ഭയങ്കരമായിട്ടൊരു റേറ്റ് ഉള്ള പോലെ എനിക്ക് പോലെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. നോർമലായിട്ട് ഈവൻ നമ്മളിപ്പോൾ ഒരു നോർമൽ ഒരു കഫ്റ്റീരിയയിൽ പോവാണ്, ഈവൻ ഇപ്പോൾ ദുബായിലൊക്കെയാണ് ഇങ്ങനത്തെ അധികം ഉള്ളതാവും. അവിടെയൊക്കെ പോവാണെങ്കിൽ നമുക്ക് എന്തായാലും ഈ ഒരു എമൗണ്ടിനെക്കാട്ടിലും കൂടുതലാവും. സോ നല്ലതായിരുന്നു, എനിക്ക് രണ്ടുപേർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സോ അതിന്റെ ലൊക്കേഷൻ വരുന്നത് ചുച്ചു അതെവിടെയായിരുന്നു ലൊക്കേഷൻ? മംസാർ ഏരിയയിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. എല്ലാവർക്കും ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സോ അടുത്തൊരു വ്ളോഗ് വീണ്ടും കാണുന്നവരെ ചിലതൻ ബൈ ബൈ.